കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പിൻവലിക്കണമെന്ന് CPM ആവശ്യപ്പെടുകയാണ്. മദ്യനയം UDF തീരുമാനിക്കുമെന്ന പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ധനകാര്യ ബില്ലിൽ നിർദ്ദേശം ഉൾപ്പെടുത്തിയാൽ ബക്കാടി കമ്പനിക്ക് കോടതിയിൽ പോയി അനുകൂല വിധി നേടാൻ കഴിയും. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി പിൻവലിക്കാത്തത് ധനകാര്യ ബില്ലിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, ഈ പ്രസ്താവനയുടെ ഉള്ളടക്കം എങ്ങനെയാണ്? വീര്യം കുറഞ്ഞ വർഗവുമായി ബന്ധപ്പെട്ട വിവാദം അത് നിയമസഭയിലടക്കം വലിയ രീതിയിൽ കത്തിച്ചെടുക്കാൻ വേണ്ടി CPM തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. ബക്കാടി കമ്പനിക്ക് വേണ്ടി 600 കോടി രൂപയുടെ മദ്യ നികുതി കുറച്ചു നൽകി എന്നുള്ളതാണ് CPMന്റെ ആരോപണം. ഇത് പ്രതിഷേധാർഹമാണ്. മദ്യനയം ടീം UDF തീരുമാനിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളി നിയമസഭയോടുള്ള അനാദരവുമാണ് എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഫിനാൻസ് ബില്ലിൽ ഈ നിർദ്ദേശം ഉൾപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അങ്ങനെ ചെയ്താൽ ബക്കാടി കമ്പനിക്ക് കോടതിയിൽ പോയി അനുകൂല വിധി നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. കാരണം ബഡ്ജറ്റിന് മേലല്ല മദ്യനയം ഉള്ളത്, ഫിനാൻസ് ബില്ലിന് മേലല്ല മദ്യനയം ഉള്ളത്. അതുകൊണ്ട് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് കോടതിയിൽ പോയി അനുകൂല വിധി നേടിയെടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം UDF ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെന്ന് UDF തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ 600 കോടി രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാകും എന്ന ആരോപണം കൂടി CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി സൈഫ്.